രാജസ്ഥാനിലെ 49 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. 23 മുനിസിപ്പാലിറ്റികളിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. അതേസമയം 6 ഇടങ്ങളിൽ മാത്രമാണ് ബിജെപിക്ക് വിജയിക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള 20 ഇടങ്ങളിൽ മറ്റുള്ള പാർട്ടികളും വിജയിച്ചു. എന്നാൽ 2014 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 49 മുനിസിപ്പാലിറ്റികളിൽ 37 മുനിസിപ്പാലിറ്റിയിലും വിജയിച്ചിരുന്നത് ബിജെപിയാണ്. അന്ന് 6 ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. നവംബർ 16-നാണ് 49 തദ്ദേശ സ്ഥാപനങ്ങളിലെ 2105 വാർഡുകളിലേക്കും വോട്ടെടുപ്പ് നടന്നത്. 7944 സ്ഥാനാർത്ഥികളായിരുന്നു മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം പ്രകാരം 863 വാർഡുകളിൽ കോൺഗ്രസും 661 വാർഡുകളിൽ ബിജെപിയുമാണ് വിജയിച്ചിരിക്കുന്നത്. ബിഎസ്പിക്ക് 15 സീറ്റുകൾ വിജയിച്ചപ്പോൾ സിപിഎമ്മിന് 2 സീറ്റുകൾ നേടാനായി. എൻസിപിക്ക് 1 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഞെട്ടിക്കുന്ന പ്രകടനമാണ് സ്വതന്ത്രർ കാഴ്ചവെച്ചത്. 347 വാർഡുകളിലാണ് സ്വതന്ത്രർ വിജയിച്ചു കയറിയത്. അതേസമയം ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വൻ മുന്നേറ്റമാണ് ഇത്തവണ കോൺഗ്രസ് കാഴ്ചവെച്ചത്. ബിജെപിയുടെ സ്വാധീന മേഖലയായിരുന്ന രാജസമന്ദ് ജില്ലയിലെ അമേഠ് മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിച്ചെടുത്തു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കോൺഗ്രസ് ബോർഡ് അമേഠിയിൽ അധികാരത്തിൽ എത്തുന്നത്. മൊത്തം 23 സീറ്റുകളിൽ കോൺഗ്രസ് 17 ഇടത്തായിരുന്നു വിജയിച്ചത്. അതേസമയം ബിജെപിക്ക് ലഭിച്ചത് വെറും 8 സീറ്റുകളും. ഫലോദിയിലെ 38 വാർഡുകളിൽ 27 എണ്ണവും കോൺഗ്രസ് നേടി. 9 ഇടത്താണ് ബിജെപിക്ക് വിജയിക്കാനായത്. 4 സീറ്റുകൾ സ്വതന്ത്രരും കരസ്ഥമാക്കി. 40 വാർഡുകളിലായിരുന്നു ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. 2 വാർഡിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സിരോഹി മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് 22 സീറ്റുകളിലാണ് വിജയിച്ചു കയറിയത്. ഇവിടെയും ബിജെപിയുടെയും വിജയം 10-ൽ താഴെ ഒതുങ്ങി. വെറും 9 സീറ്റുകളിലാണ് ബിജെപി വിജയിച്ചത്. മംഗ്രോൾ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ 1-ാം വാർഡിൽ കോൺഗ്രസിന്റെ കൗശൽ സുമൻ വിജയിച്ചു. ബൻസോരയിലെ 16-ാം വാർഡിൽ കോൺഗ്രസ് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസിന്റെ ശങ്കർലാലിനും ബിജെപിയുടെ കിരണിനും 292 വോട്ട് വീതമാണ് ലഭിച്ചിരിക്കുന്നത്. സുരുവിൽ 1 മുതൽ 15 വരെയുള്ള വാർഡുകളിലേക്കുള്ള ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ബാക്കി 14 ഇടത്ത് കോൺഗ്രസും വിജയിച്ചു കയറി. ബിജെപിക്ക് 1 സീറ്റിൽ പോലും ഇവിടെ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ജോധ്പൂരിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന് അനുകൂലമായിരുന്നു ഫലം. 5 ഇടങ്ങളിലും കോൺഗ്രസ് ആണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ശ്രീഗംഗൻ നഗർ മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസ് ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനുള്ള അംഗീകാരമാണ് തിരഞ്ഞെടുപ്പ് വിജയമെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചു. ഭരണവിരുദ്ധ വികാരമല്ലെന്നതാണ് ഫലത്തിലൂടെ തെളിഞ്ഞതെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്കുള്ള പാഠമാണെന്നും മന്ത്രി പ്രതാപ് സിംഗിന്റെ പ്രതികരണം. അയോധ്യ വിധിയും കാശ്മീർ വിഷയവുമെല്ലാം ജനം തള്ളിയെന്നാണ് ഫലം നൽകുന്ന പാഠമെന്നും പ്രതാപ് കൂട്ടിച്ചേർത്തു. 2018-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ബിജെപിയെ പുറത്താക്കി രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിലേറിയത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ബിജെപി തൂത്തുവാരിയിരുന്നു. ആകെയുള്ള 25 സീറ്റിലും ബിജെപി വിജയിച്ചിരുന്നു. കോൺഗ്രസിലെ ഭിന്നത സർക്കാരിനെ താഴെയിറക്കുമെന്ന ബിജെപി പ്രചരണങ്ങൾക്കിടയിലാണ് തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഈ മിന്നും വിജയം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.